ഇന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിന് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി നല്ലോണം ഇവിടെ കിടക്കുക കേട്ടോ. എന്തിനാ ഇങ്ങനെ അടങ്ങി കിടക്കുന്നതെന്ന് മനസ്സിലായി. ഐബ്രോ വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സുന്ദരിയായി നടക്കാൻ. ചില അമ്മമാരൊക്കെ ഡെയിലി മക്കൾക്ക് ഐബ്രോസൊക്കെ വരഞ്ഞു കൊടുക്കും. അതായത് അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും എന്ന് പറയും. ഞാനങ്ങനെ ഡെയിലി ഒന്നും മോക്ക് വരച്ചു കൊടുക്കൂല കേട്ടോ. എന്തിനെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പുറത്ത് പോകുമ്പോൾ മാത്രം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് പൗഡറും കൂടി ഉണ്ടോ, അപ്പോൾ സെറ്റായി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല മോളാണല്ലോ എന്ന്. ഇതൊന്നല്ല, ആളെ കലാപരിപാടികൾ കാണാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഐലൈനർ കൊണ്ട് 2 സൈഡിലും ചെറിയൊരു വാല് അതും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഐബ്രോസ് വരച്ച് കഴിഞ്ഞാൽ എപ്പോൾ എനിക്ക് ഈ വാല് അത് നിർബന്ധം കേട്ടോ, ഈ വാല് വരക്കൽ. ഇനി മുടിയൊക്കെ ചീകി ഒന്ന് സെറ്റാക്കണം. അതിൻ്റെ മുടിക്കൊരു ബ്രൗൺ കളറാണ്. കുളിച്ച് കഴിയുന്ന സമയത്ത് മാത്രം ഒരു ബ്ലാക്ക് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗൺ കളറാവും. അപ്പോൾ ഹെയർ ചീകിയിട്ട് നമുക്ക് 2 സൈഡിലായിട്ട് 2 കൊമ്പ് കുത്തണം. അങ്ങനെ ഇതാ അതിനുൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലോണം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുറ്റത്ത് 2 മുല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസൊക്കെ വരച്ച് കണ്ണ് നല്ല വാലിട്ട് ചെയ്തൊക്കെ ചെയ്തില്ലേ. ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് സെറ്റ് അടിക്കുന്ന കേട്ടോ. കൈ മടക്കി വെച്ചിട്ടാ സെറ്റ് എന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞാനും മോളും എൻ്റെ ഉമ്മയുമാണ് കേട്ടോ ഉള്ളത്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മൊത്തം മഴ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഇതാ നല്ല വെയിലാണ്. ഞാൻ പോകുന്ന സമയത്ത് കുട എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പിലെത്തിയ ഉടനെ ഒരു ബസ് കിട്ടി. അപ്പോൾ അതിൽ കയറി നമ്മൾ പോവാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ബസ് ഇറങ്ങി നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ബാഗുണ്ട്. ബാഗും ചെരുപ്പും മാത്രമാണ് ഇവിടെ ഉള്ളത്. ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ എൻ്റെ കണ്ണ് മുഴുവൻ ബാഗിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. ഞാനെന്തായാലും ഡെയിലി യൂസിന് പറ്റിയ ഒരു ചെരുപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നപ്പോഴേ എൻ്റെ കണ്ണ് ഇതിൻ്റെ അകത്ത് തന്നെ. ഈ ഒരു മോഡലിൽ വരുന്ന ഒരുപാട് ബാഗ് ഇവിടെ ഉണ്ട്. ഈ ബാഗ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ ബാഗിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതാ എനിക്ക് വേറൊരു ബാഗും കൂടിയും കിട്ടി. ഞാനെന്തായാലും ഇവിടുന്ന് ഒരു ബാഗ് എന്തായാലും എടുക്കും, അത് ഉറപ്പിച്ച്. ഞാൻ ആ ബാഗ് നോക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടിനെ കൂടി കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അതിനൊരു പപ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പപ്സ് വാങ്ങി. അതിനും ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അത് കിട്ടുന്നില്ല, എന്നെ തൊടാൻ സമ്മതിക്കുന്നില്ല. അതിനും അത് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ലാസ്റ്റ് കൊടുത്ത്. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇതാ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അതിനുമാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കുന്നത്. ഓരോ ഡ്രസ്സും എടുത്തെടുത്ത് നോക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ്. ഒരു ഷോളും ഒരു പാൻറ്റും ഒരു ബ്ലാക്ക് ടോപ്പും. ഇവിടെ ഒരുപാട് നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടോപ്പൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു മിറർ എൻ്റെ കണ്ണിൽപ്പെട്ടത്. കണ്ണാടി കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. ഇതിൻ്റെ സൈഡിൽ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോൾ അതൊക്കെയാണ് നോക്കുന്നത്. അതിനൊരു കണ്ണാടിയിൽ നോക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. വീട്ടിൽ നിന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ കണ്ണാടിയിൽ നോക്കണം. ഇവിടെ നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് അതിനൂനെ നോക്കിയിട്ട് തന്നെ ചിരിക്കുക. മുഖം കൊണ്ടൊക്കെ ഓരോ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഉമ്മാക്കൊരു പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊയിലാണ്ടിയിൽ തന്നെ കാലിക്കറ്റ് പർദ്ദ ഹൗസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ടാണ് പർദ്ദ എടുക്കുന്നത്. ഈ ഒരു പർദ്ദ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഉമ്മാക്ക് വെച്ച സമയത്ത് അത് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു പർദ്ദയാണ് എടുത്തത്. ഉമ്മാക്ക് എടുത്ത പർദ്ദ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് എടുത്തത്. ഇത് ഇട്ട് നോക്കിയതാണ്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ റെഡിയാണ്. വേറൊരു പർദ്ദ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഇതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ പ്രശ്നമുണ്ട്. ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ഉമ്മാക്ക് നല്ല ലെങ്ത്ത് ഉള്ളത് വേണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കെട്ടിയതാണ് ഹെയർ. അതിൻ്റെ അകത്തുള്ള ആ മുല്ലപ്പൂ ഒന്നും ആക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞില്ല ആക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിവിടെ കയറിയ സമയത്ത് നോട്ടിട്ട് വെച്ചതാണ് ഈ തസ്ബീ മാല. അത് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് മറ്റേ കൈ കൊണ്ടാണ് അത് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ പർദ്ദയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാ ബില്ല് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഒരു അത്തർ കാണുന്നത്. അപ്പോൾ ഒരു അത്തറും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പർദ്ദ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ അതിനും വരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷോള് റോൾ ചെയ്ത് വെച്ചാണ്ടില്ലേ, അതിനോടിങ്ങനെ ഹായ് പറയുക, ടാറ്റ പറയുക. പിന്നെ ബാക്കിലൊരു മിററും ഉണ്ട്. ഈ 3 സുന്ദരികളെയാണ് അതിനോന് ഇഷ്ടപ്പെട്ടത്. കൈ കൊണ്ട് എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് ഇതാ അവരോട് കളിക്കുക. ടാറ്റ കൊടുക്ക്, ടാറ്റ ടാറ്റ പറ, ടാറ്റ പറ, ബായ് എന്ന് പറ. അങ്ങനെ ഇതാ പർദ്ദയൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി അടുത്തതായിട്ട് പോകുന്നത് അതിനോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നാണ് കേട്ടോ അതിനോന് ഡ്രസ്സ് എടുക്കുന്നത്. ഇതാണ് മോളെ ഡ്രസ്സ്. ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും. ഷോപ്പിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ ഇത്. അങ്ങനെ മോളെ ഡ്രസ്സ് എടുത്ത് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പുറത്ത് നല്ല വെയിലും മഴയും കൂടിയായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക്. അതിനൂന് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ഇത് അതിനൂനെയും കൊണ്ട് നടന്ന് വരികയാണ്. എന്നോട് ബായി ഒക്കെ പറഞ്ഞിട്ടാട്ടോ പോന്നേ. തകണ്ട ഇവിടുന്ന് വേഗം ബസ് കയറി വീട്ടിലേക്ക് പോകണം. കാരണം കയ്യിൽ കുടയില്ല. മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. കയ്യിൽ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിതാ വേഗം നടക്കുകയാണ്. ഇതാണ് കേട്ടോ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ പറയുന്നു. ടാറ്റ ബായ് എന്ന് പറ.